ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ വെജിറ്റബിൾസൊക്കെ എടുക്കുക. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾസൊക്കെ ഉള്ളത് അതെല്ലാം എടുക്കുക. അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കം പല കളറിലുള്ള എടുക്കുമ്പോൾ നമുക്കൊരു കളർഫുള്ളായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ പാത്രം തന്നെ എടുക്കുക, കാരണം അല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ നമുക്കത് തിക്കായിട്ട് വരും. അപ്പം കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒരു 5 to 6 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടത് കുഴഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഏതൊക്കെയാണോ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഹാഫ് കുക്കായാൽ മതി കേട്ടോ. നന്നായിട്ട് കുക്കായേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായാൽ തന്നെ അത് നന്നായിട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഹാഫ് കുക്കാക്കി എടുക്കുക കേട്ടോ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ ഞാനിതിൽ പറയാൻ വിട്ടുപോയി, നമ്മൾ നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 കളറുള്ള ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ക്യാപ്സിക്കം ഒന്ന് ഇട്ടതിന് ശേഷം കൂടുതലായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സോസുകളാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല സോസ് ആയിട്ടുള്ള നൂഡിൽസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിൻ്റെ പോട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് വലിപ്പം കുറവായതുകൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നന്നായിട്ട് കുഴഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോകാൻ നന്നായിട്ട് നുറുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഞാനിതിൻ്റെ മേലെയായിട്ട് ഒരു മുട്ട എടുത്ത് ബുൾസൈ ഉണ്ടാക്കിയിട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.